എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് കോമ്പാക്റ്റ് പൗഡർ ആണോ ലൂസ് പൗഡർ ആണോ ബെറ്റർ എന്നുള്ളതും അതുപോലെ തന്നെ ഇത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള മേക്കപ്പ് ടിപ്സിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് മേക്കപ്പ് പ്രോഡക്റ്റിൻ്റെ കറക്റ്റ് യൂസ് അറിയാതെ വാങ്ങുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റ് യൂസ് അറിയാതെ വാങ്ങുന്നത് കൊണ്ട് കൺഫ്യൂസ് ആകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് പ്രോഡക്റ്റുകളാണ് ലൂസ് പൗഡറും കോമ്പാക്റ്റ് പൗഡറും. അതുപോലുള്ളൊരു ഡൗട്ടാണ്, ഇത് രണ്ടും വാങ്ങണോ അതോ ഒന്ന് വാങ്ങിയാൽ മതിയോ? ആദ്യം നമുക്ക് കോമ്പാക്റ്റ് പൗഡറിനെ കുറിച്ച് നോക്കാം. മേക്കപ്പ് എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് കോമ്പാക്റ്റ് പൗഡർ. ഇതൊരു സോളിഡ് ഫോമിൽ വരുന്നു, പൗഡറി സ്ട്രക്ചറാണ് ഇതിന്. മേക്കപ്പിൽ കൺസീലർ ഫൗണ്ടേഷൻ യൂസ് ചെയ്തതിന് ശേഷം കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓയിൽ ഫ്രീ ലുക്ക് തരുന്നു. അതുപോലെ തന്നെ മേക്കപ്പിൽ ഉണ്ടാകുന്ന ഇൻപെർഫെക്ഷൻസ് കവറപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. മേക്കപ്പിൽ ഒരു ടേം ഉണ്ട്, ബേക്കിംഗ് എന്ന് പറയുന്നത് ലൂസ് പൗഡറിനെ ഡാപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിനെയാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രീസ് കാണുന്നില്ല, അതായത് പോസ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതെല്ലാം മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കോമ്പാക്റ്റ് പൗഡറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലൂസ് പൗഡർ കുറച്ച് ഹെവിയാണ്, ഓയിൽ ഫ്രീ ലുക്ക് തരുന്നു. ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് നോക്കിയാൽ കോമ്പാക്റ്റ് പൗഡർ ലൈറ്റാണ്, ലൂസ് പൗഡർ കുറച്ചുകൂടി ഹെവിയാണ്. പക്ഷേ ലൂസ് പൗഡർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നാച്ചുറൽ ലുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ലൂസ് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ഫിനിഷിങ് കിട്ടുന്നു. ഇനി അടുത്ത് നമ്മുടെ ഡൗട്ടാണ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരു നാച്ചുറൽ ഓയിൽ ഫ്രീ ലുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൺസീലർ യൂസ് ചെയ്തതിന് ശേഷം കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യുക. ഏറ്റവും അവസാനം ലൂസ് പൗഡർ കൊണ്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ മേക്കപ്പ് പ്രോഡക്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഡൗട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.